ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മുൻ ക്ഷേത്രം ജീവനക്കാരൻ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് കൂടുതൽ ആളുകൾ ഇങ്ങനെ രംഗത്ത് വരുന്നത്, പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. അവർക്ക് മുഖം പുറത്ത് കാണിച്ചുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് പുറത്തു വരുന്നതിന് ഭയമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരും മറ്റ് വിവരങ്ങളും ദൃശ്യങ്ങളും എല്ലാം തന്നെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കാത്തത്. അപ്പം നിൽക്കെന്ന് പറഞ്ഞപ്പോഴത്തേനും ഈ പെൺകുട്ടി എൻ്റെ ബാക്കിൽ കൂടെ ഓടി, ഇത് ബാക്കിലോട്ട് ഓടി. അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഒരു മഞ്ഞ കളറിൻ്റെ ഇൻഡിക്ക കാറിൽ 4 ആൾ ചെറുപ്പക്കാർ വന്നിട്ട് ഷർട്ട് ഇട്ടിട്ടില്ല, വെള്ളമുണ്ടും വെള്ളശാലും ഇട്ടിട്ട് കൊണ്ടുവന്ന് എൻ്റെ വണ്ടിയുടെ അടുത്ത് നിർത്തി. എൻ്റെ വണ്ടിയുടെ നമ്പർ K46 അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ. അപ്പോൾ ഇത് കന്നഡക്കാരെ വണ്ടിയാണെന്ന് ഓർത്തിട്ട് ഇവർ പറഞ്ഞു, എല്ലിയാക്കി നിൽച്ചതു ഗാഡി തേക്കു ഈ കട ഒന്ന് ഉടുക്കി ഓടിയതിലാന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനാണ് നിർത്തിയത്, നിങ്ങൾ വണ്ടി എടുക്കുക, ഇങ്ങോട്ടൊരു പെണ്ണ് ഓടിയോ എന്ന് ചോദിച്ചു. വലതുവശത്തോട്ടാണ് ഈ പെൺകുട്ടി ഓടിയത്. ഞാൻ അന്നേരം എന്ത് ചെയ്തെന്ന് പറഞ്ഞ് നേരെ വലതുവശത്തോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഓടിയെന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവർ തുളുവിൽ പറഞ്ഞു, ആൾ 5 വലിച്ചതാ, 5 പോയാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ അങ്ങോട്ട് ഓടറാന്ന് പറഞ്ഞു. അവളെ വിടരുത്, പിടിക്കെന്ന് പറഞ്ഞു. ആളിന് ബുഡ് പിടിച്ച് 10 എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് ഇവരിങ്ങനെ വലതുവശത്തോട്ട് ഓടി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മുന്നിലോട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർ പറഞ്ഞു, കന്നഡത്തിൽ പറഞ്ഞു, ആ ബോളി മകനെ നിൽസ്പേട ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് 2 പേര് എൻ്റെ പുറകെ ഓടി വന്നു. വണ്ടി എടുക്ക് എന്ന് പറഞ്ഞാൽ ആ ബോളി മകനെ നിർത്തേണ്ട ഇവിടെ ഓടിക്കെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കന്നഡത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് മുന്നോട്ട് പോയി ഞാൻ. അപ്പോൾ 2 പേര് എൻ്റെ പുറകെ വണ്ടി എടുക്കുമെന്ന് പറഞ്ഞ് ഓടി വന്നു കന്നഡത്തിൽ പറഞ്ഞുകൊണ്ട്. ഞാൻ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ഒരു ട്രിപ്പ് അടിച്ചു. ഇവരത് തന്നെ സാന്നിധ്യം എന്നും പറഞ്ഞൊരു ക്രഷറുണ്ട് ആ ഗുരുവാനിക്കരയിൽ. ആ ക്രഷറിൽ നിന്ന് സുബ്രഹ്മണ്യം എടുത്തോട്ട് ഒരു ട്രിപ്പ് ജല്ലി അടിച്ചു, 2ാമത്തെ ട്രിപ്പും ജല്ലി അടിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ 3ാമത്തെ ദിവസം വരുമ്പോഴാണ് ഇവിടെ ഈ ശവം അപ്പോൾ രാത്രി 12 മണി എൻ്റെ 2ാമത്തെ ട്രിപ്പ് വരുമ്പം. അപ്പോൾ 2ാമത്തെ ട്രിപ്പ് വരുമ്പോൾ ഞാനിവിടെ ഈ റോഡിൻ്റെ സൈഡിൽ ഈ കുറച്ച് വണ്ടി ഇറക്കി നിർത്താൻ പറ്റുന്ന സ്ഥലത്ത് ഞാൻ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് എനിക്ക് കക്കൂസി പോകാൻ മുട്ടിയിട്ട് ഞാൻ കക്കൂസി പോകാൻ. അപ്പോൾ അന്ന് ചെറിയ മൊബൈലുള്ളത്, കീപാഡ് മൊബൈലുള്ളത് ചേർത്ത്, നോക്കിയ മൊബൈൽ, ആ മൊബൈലും പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ വെള്ളം വരുന്നതിൻ്റെ മേളിലത്തെ സൈഡിൽ ഇറങ്ങി. അപ്പോൾ അത് ഈ കലിങ്ങിൻ്റെ അടിയിൽ 3 പാളിയാണ് ഉള്ളത്. അതിൽ സെൻട്രലത്തെ പാളിയിലാണ് ഞാൻ പോയത്. അപ്പോൾ സെൻട്രലത്തെ പാളിയിൽ പോയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ഉള്ളിൽ ഭയങ്കര സ്മെല്ല് വന്നുകൊണ്ട്. അപ്പോൾ ഈ സ്മെല്ല് വന്നിട്ടാകുമ്പോൾ ഞാൻ താഴോട്ട് ഈ മൊബൈൽ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല, ഒരു വലിയ കെട്ട് പോലെ കാണുന്നുണ്ട്. ഞാൻ ഓർത്ത് എന്തെങ്കിലും വേസ്റ്റ് ഇട്ടതായിരിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ ടോർച്ചെല്ലാം അടിച്ച് നോക്കിയിട്ട് ഞാൻ കയറിപ്പോന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഈ ട്രിപ്പ് ലോഡ് ഇറക്കിയിട്ട് പിറ്റേ ദിവസം കാലത്ത് ഞാൻ ഒരു 10 മണിയായി വരും. അപ്പോൾ അന്ന് എൻ്റെ വണ്ടിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, മെക്കാനിക്കൽ പണിയെല്ലാം എടുപ്പിച്ചിട്ട് വരുമ്പോൾ ഒരു 10-11 മണിയായി. അപ്പോൾ ഇതേ ബോഡീനെ ഈ കലിങ്ങിൻ്റെ താഴെ ഭാഗത്ത് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം എനിക്ക് സത്യമായിട്ട് ഇത് മൃതദേഹമാണെന്ന് മനസ്സിലാവുന്നത്. അപ്പം മേളിൽ റോഡ് സൈഡിൽ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസുകാർ കുറേ ആൾക്കാരെല്ലാം ഉണ്ട്, ഇവരെല്ലാം വന്നിട്ട് വരുന്ന വണ്ടികളെല്ലാം നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാരാ അറിയുമോ, നിങ്ങൾ അറിയുമോ, ഈ പെണ്ണിനെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോഡി പാർട്സ് ഫുള്ള്, നമ്മുടെ മുഖത്തിൻ്റെ ഒരു പകുതി ഇങ്ങനെ ഫുള്ള് ഇതേ ലെവലിൽ ഇങ്ങനെ ഈ വയറ് ഫുള്ളെല്ലാം എന്ന് വെച്ചാൽ ചീഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഇത്രയും സ്ഥലം വെള്ളത്തിൻ്റെ അകത്ത് കിടന്നതാണ്. അപ്പോൾ ഇതൊരു കുറച്ച് മഴക്കാലം മാറിയ സമയം, ആ സമയത്ത് അതിൽ വെള്ളമില്ല, തോട്ടിൽ ഒരു ചെറിയൊരു 1/2 ഫീറ്റ് വെള്ളം അത്രയേ ഉള്ളൂ. അത്രയും കിടന്നതിൽ ഫുള്ള് ഇതെല്ലാം ചീഞ്ഞു പോയിട്ടുണ്ട്. ചീഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ കാട് ഏരിയയല്ല, ഞണ്ടുകളുടെ ഭയങ്കര ശല്യമുണ്ട്. അപ്പോൾ ഈ ഞണ്ടുകൾ വന്നിട്ട് ഇതെല്ലാം തിന്നിട്ട് എല്ലാം അഴുകിപ്പോയിട്ടുണ്ട് ഫുള്ള്. ഇതൊന്നും മുഖം കാണത്തില്ല. അപ്പോൾ എൻ്റെ ഒരു 100-90% ഇവർ ഈ ഓടിച്ചുകൊണ്ട് വന്ന അതേ പെൺകുട്ടിയാണെന്നുള്ളവർ 100-90% എൻ്റെ ഉറപ്പാത് അതേ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗം കാണുമ്പോൾ അതേ പെൺകുട്ടിയുടെ ഒരു പ്രായത്തിൻ്റെ ഏജും കാണുമ്പോൾ ഒരു 20-25 ഉള്ളിൽ പ്രായമുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി ഒരു 3:30 മണി സമയത്താണ് ഈ പെൺകുട്ടീനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടമല്ലേ, അത്ര ക്ലീനായിട്ട് നമുക്ക് കാണാനും പറ്റത്തില്ല. ഇപ്പോൾ സാറിൻ്റെ മോൻ തന്നെയാണെങ്കിലും എനിക്ക് ഇപ്പോൾ കാണുന്ന മോൻ എനിക്ക് രാത്രി കണ്ടാൽ തിരിച്ചറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പകൽ സമയത്താണ് ക്ലീനായിട്ട് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇത് രാത്രി സമയമായതുകൊണ്ട് എനിക്ക് അത്ര ക്ലീനായിട്ട് ഇത് മോഹം കാണാൻ പറ്റില്ല. പക്ഷേ ശരീര ഷേപ്പ് കാണുമ്പോൾ ഒരു ഹൈറ്റ്, ഒരു തടിയുടെ കാണുമ്പോൾ ഒരു 100-90% അതേ പെൺകുട്ടിയാണെന്നുള്ള ഉറപ്പുണ്ട്. ഈ ശവം കിട്ടിയത് ഈ പെണ്ണിനെ ഓടിച്ചുകൊണ്ട് വന്ന സ്ഥലത്തുനിന്ന് ഒരു 500-600 മീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ശവം കിട്ടിയേക്കുന്നത്.
ഇവിടെ ഈ വെള്ളം വരുന്ന ഈ തോട് ഇതിൻ്റെ തലഭാഗമാണ് ഈ പെൺകുട്ടീനെ ഓടിച്ചുകൊണ്ട് വന്ന സ്ഥലം. അതിൻ്റെ വാല് ഭാഗത്താണ് ഇത് കിട്ടിയേക്കുന്നത്, ഈ ബോഡി കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ബോഡി കിട്ടിയേക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ തന്നെ സ്ഥലമുണ്ട് ഇവിടെ, തെങ്ങും തോപ്പും പിന്നെ കൊക്കോ പ്ലാന്റേഷനും കൂടെ. അതിൻ്റെ ഒരു അതിര് തന്നെ ഈ ബോഡി കിട്ടിയ സ്ഥലമാണ്. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലോട്ട് പോകുന്ന, അവരുടെ ഗസ്റ്റ് ഹൗസിലോട്ട്, വീടൊന്നുമില്ല അവിടെ, പക്ഷേ ഗസ്റ്റ് ഹൗസിലോട്ട് പോകുന്ന റോഡും ഈ ബോഡി കിട്ടിയേക്കുന്ന അതേ സ്ഥലത്തുനിന്ന് വരുന്നതാണ് റോഡും. ഇത് ഈ റോഡ് ഇപ്പോൾ കണ്ടോ, ഈ റോഡ് ഇപ്പം നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നതല്ലേ, ഇത് കയറുന്ന അത് ആ കലിങ്ങിൻ്റെ അടിയിലോട്ട് ചെല്ലുന്നത്. അന്നേരം പേടി കൊണ്ടല്ല, എന്ന് വെച്ചാൽ അന്ന് ഇതൊന്നും ആരും ഒന്നും കുത്തിപ്പൊക്കിയിട്ടില്ല, ഇത്രയും പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല. അല്ല, പേടിച്ചിട്ട് ഓടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ഒരുത്തനുള്ളൂ, അവർ 4 ആളുണ്ട്. അന്ന് എനിക്ക് ഇത്രയ്ക്കുള്ള, എനിക്കിപ്പോൾ 46 വയസ്സേ ഉള്ളൂ, എനിക്ക് 46 വയസ്സായി എനിക്ക്. അപ്പോൾ അതൊരു 10 കൊല്ലം 30, എനിക്ക് ഇത്രയ്ക്ക് പറയാനുള്ള ഒരു ഇതും ഇല്ലായിരുന്നു. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ ആരും ഇത് ചോദിക്കാനും പറയാനും ഒരു മനുഷ്യനില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അത് പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഇല്ല, അത്രയും നേരം നിർത്താനുള്ള സമയമില്ല, ബ്ലോക്കാകുക റോഡ്. എൻ്റെ വലിയ വണ്ടിയാണ്, വലിയ ബോഡി വണ്ടിയാണ്. അപ്പോൾ എനിക്ക് ബാക്കിൽ നിന്നും മുന്നിൽ നിന്നും എല്ലാം കൂടെ വണ്ടികൾ വരുമ്പോഴത്തേനും നിർത്താനുള്ള സമയമില്ല. കുറച്ച് മുന്നിൽ നിർത്തിയിട്ട് തിരിച്ച് വരാൻ നോക്കിയപ്പോഴത്തേക്കും വണ്ടിയെടുന്നും പറഞ്ഞ് പോലീസുകാർ തന്നെ ഓടിച്ചു നമ്മളെ. സാക്ഷി പറഞ്ഞ ആൾക്ക് ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞാൽ, അവർ സാക്ഷി പറഞ്ഞെന്ന് പറഞ്ഞ് ഈ സൗജന്യ എന്ന് പറയുന്ന പെണ്ണിൻ്റെ ഇത് ഈ കേസിലല്ല അത് വേറെ, അതെന്ന് പറഞ്ഞാൽ ഈ സൗജന്യ കേസിലേത്. ഈ സൗജന്യ എന്ന് പറഞ്ഞ പെണ്ണിനെ ഇവർ പിടിച്ചോണ്ട് പോകുന്നതല്ല ഈ പയ്യൻ കണ്ടതാണ്. അവർ അവരെ സ്വന്തം പെങ്ങളാണ് ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത്. 1 കിലോമീറ്റർ, ഞങ്ങളുടെ 1 കിലോമീറ്റർ വേണ്ടതേ ഉള്ളൂ. കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വരും, എൻ്റെ ക്യാമറ ഒന്നോ അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഭൂമിയിൽ നിന്ന് ഇറക്കി വിടുന്നത്. ഇത് വേറെ ഒരു ക്രിസ്ത്യൻസ്, ഒരു ജോസേട്ടൻ എന്നും പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പണിയെടുക്കുന്ന ഒരു ഡ്രൈവറുണ്ട്. ആ ഡ്രൈവറുടെ അമ്മാവനെ പോലെ ഇവർ കുറേ പ്രാവശ്യം ഓടിച്ചിട്ട് ഇവർ പോയില്ല. ഇവരെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ട് കത്തിയും വടിവാളും മറ്റേ പടക്കവും ഏറുപടക്കവും ഒക്കെ ആയിട്ട് നിന്നു. എൻ്റെ മേത്ത് തൊട്ട് കഴിഞ്ഞാൽ ഏറുപടക്കം എറിയുമെന്ന് പറഞ്ഞ് അയാൾ ഒരു 6 മാസം മുമ്പ് എന്നോട് പറഞ്ഞ കാര്യമാണ്. സാധാരണ ഇത് ഈ പെൺകുട്ടികളെ കൊലപ്പെടുത്തലെന്ന് പറഞ്ഞാൽ എഗഡയുടെ അനിയനും അനിയൻ്റെ മക്കളുമാണ്. പക്ഷേ ഇയാളും അത്രയേ ഉള്ളൂ. ഇയാൾ സ്ഥലം തട്ടിയെടുക്കുന്നതിൽ മെയിൻ, എല്ലാ സ്ഥലം തട്ടിയെടുക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, വെറും കാലി സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് കുറേ മുസ്ലിങ്ങളൊക്കെ ചെറിയ ചെറിയ വീടുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് ആദ്യം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടുന്ന് ഈ സ്ഥലത്തുനിന്ന് ഇറങ്ങിത്തരണം, ഈ സ്ഥലം നമുക്ക് വേണം, ഇവിടെ ഫുള്ള് കോളേജ് കെട്ടുവാണ്, ഇവിടെ കോളേജ് കെട്ടിക്കഴിഞ്ഞാൽ ഇത് കോളേജിൽ ജോലിയും നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാനും ഫ്രീ, ലാസ്റ്റ് വരെ എത്ര വരെ പഠിക്കുന്നു അവിടം വരെ എന്ന് പറഞ്ഞ് സ്ഥലം എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഇത് ഒപ്പിട്ട് മേടിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും ഇറക്കി വേറെ പുറത്തെല്ലാം വിട്ടു. അവസാനം അതെന്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ ഫുള്ള് വേലി ഇട്ടിട്ട് അതിന് എന്നിട്ട് ഈ ഗോമാളം എന്നും പറഞ്ഞ് കന്നാലി വളർത്തുന്ന സ്ഥലമെന്നും പറഞ്ഞ് അതിൻ്റെ അകത്തൊരു 10 പശുക്കൾ മാത്രമുണ്ട്. ഇവർ തട്ടിയെടുത്തത്. അത് വേണം. ഇപ്പം ഞാൻ അയാളോട് എൻ്റെ മൊബൈൽ വണ്ടിക്കകത്തുണ്ട്, ഇപ്പം ഞാൻ അതിന് ഒരാളോട് എപ്പോൾ വേണം ഞാൻ ചോദിക്കാം. അയാൾ തന്നെ പറഞ്ഞ വാക്ക് എന്നോട്. ആ സ്ഥലം ഞാനിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ കാലത്ത് 3 മണി സമയത്ത് ഞാൻ ലോഡ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു ക്ലീനർ പയ്യനുമുണ്ട്, മുസ്തഫ എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം പയ്യൻ. അവനിപ്പോൾ ഇല്ലാതെ മരിച്ചു പോയാൻ. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ചേട്ടാ ഒരു പെൺകുട്ടി ഓടി വരുന്നു, എന്നെ ഒന്ന് നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ വണ്ടി നിർത്തി കഴിയുമ്പോൾ എൻ്റെ വലതുവശത്തോടെ എൻ്റെ ഡ്രൈവിംഗ് സൈഡിൽ കൂടെ ഒരു പെൺകുട്ടി ഓടി വരുന്നുണ്ട്. അപ്പോൾ പൂർണ്ണ നഗ്ന എന്ന് പറഞ്ഞാൽ പറ്റുമോ മലയാളത്തിൽ? പൂർണ്ണ നഗ്നയായ പെൺകുട്ടിയാണ്. എന്നുവെച്ചാൽ ശരീരത്തോടെ എല്ലാം മുറിവിൻ്റെ പാടുകളുമുണ്ട്, പിന്നെ ഈ രക്തം പൊടിഞ്ഞേക്കുന്ന പാടുകളുമുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ എന്തോ ഡ്രഗ്സോ മദ്യമോ എന്തോ ഒരുപാട് കഴിച്ചിട്ട് ഒരു ബോധമില്ലാത്ത ലെവലിലാണ് ഈ പെൺകുട്ടി ഓടി വരുന്നത്. അപ്പോൾ ഓടി വന്നപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിച്ചു, കന്നഡത്തിൽ ചോദിച്ചു, യാറമ്മനീരെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ആരാമ്മന്ന് ചോദിച്ചു. അപ്പോൾ ഇവൾ ഒന്നും മിണ്ടുന്നില്ല. ഈ ഒരുപാട് മദ്യം അടിച്ച് ലക്കുകെട്ട് ലെവലിൽ എൻ്റെ വണ്ടീൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ആയിട്ട് എൻ്റെ ഇടതുവശത്തോട്ട് ഓടിയിട്ടാകുമ്പോൾ
ഓടിക്കഴിഞ്ഞപ്പോഴത്തേനാണ്ട് ഫ്രണ്ടിൽ നിന്ന് ഒരു ഇൻഡിക്ക മഞ്ഞ കളറിൻ്റെ കാറിൽ 4 ആൺകുട്ടികൾ വന്നു എന്ന് പറഞ്ഞാൽ ഇവർ വെള്ള മുണ്ടും വെള്ള ശാലും ഇട്ടേക്കുന്നത്, ഷർട്ട് ഇട്ടിട്ടില്ല. അവിടെ നിന്നിട്ട് ക്ലീൻ ഷേവാണ് 4 ആളും, മീശയില്ല, മീശ താടിയൊന്നുമില്ല, ക്ലീൻ ഷേവ്. അപ്പോൾ എൻ്റെ വണ്ടീൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിച്ചു എന്താ അവിടെ നിർത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അണ്ണ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് ഓടി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചേർ സൈഡിലോട്ട് ഓടിയത്. അപ്പോൾ എൻ്റെ വണ്ടീൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലോട്ടാണ് പെൺകുട്ടി ഓടിയത്. ഞാൻ അന്നേരം പറഞ്ഞു റൈറ്റ് സൈഡിൽ ഉള്ളിലോട്ട് ഓടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു അവളെ വിടരുത്, അവളെ പിടിച്ചോ എന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടാമെന്നും പറഞ്ഞ് ഇവർ ഈ ഇടതുവശത്തോട്ട് ഓടി. ഇടതുവശത്തോട്ട് ഓടുമ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി എടുത്തിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് അവിടെ തന്നെ നിർത്തിയപ്പോൾ നിന്നോടല്ല കന്നഡത്തിൽ പറഞ്ഞു നിന്നത്ര അಲ್ವಾ ಗಾಡಿ ತೆಗಿಲಿಕ್ಕೆ ಹೇಳಿದ್ದು ಗಾಡಿ ತೆಗು എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ കുറച്ച് മുന്നോട്ട് മാറ്റിയിട്ട് വീണ്ടും വണ്ടി നിർത്തി കഴിയുമ്പം ഇവരെന്നിട്ട് പറഞ്ഞു ലേ ബോളി മകനെ ಗಾಡಿ ತೆಗು നിനക്കല്ലോ ಗಾಡಿ ತೆಗಿಲಿಕ್ಕೆ ಹೇಳಿದ್ದು എന്ന് പറഞ്ഞാൽ ലേ ബോളി മകനെ വണ്ടി എടുക്കാൻ നിന്നോടല്ലേ പറഞ്ഞു, വണ്ടി എടുത്തിട്ട് നീ ഇവിടെ നിൽക്കേണ്ട വിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ ഇത് ഓടിച്ചു. ഞാനിപ്പോൾ വണ്ടി വീണ്ടും മുന്നോട്ടെടുത്ത് നിർത്തിയപ്പോൾ ഇവർ പറഞ്ഞു അവനെ ഓടിക്കുക അവിടുന്ന് അവനെ നിർത്തണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് മുന്നോട്ട് പോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഡെഡ് ബോഡി ഇവിടെ കിട്ടുന്നത്. ഈ പാലത്തിന് തൊട്ട് താഴെ നിന്നും പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് പറയുന്നത്. 2009 കൊല്ലപ്പെട്ട പെൺകുട്ടി ആര്? ധർമ്മസ്ഥലയിൽ കൂടുതൽ വെളിപ്പെടുത്തൽ വരുമ്പോൾ അന്വേഷണം കാര്യക്ഷമമാകുമോ? ദുരൂഹതകൾ നീങ്ങുമോ? ഈ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.